ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻവിസിബിൾ സിബ് കുർത്തിയിൽ വെക്കാൻ നോക്കാം കേട്ടോ. സിബ് ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാം. ഏതിലാണെങ്കിലും ചെയ്യാം. നമുക്ക് കഴുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് കഴുത്ത് തയ്ക്കണതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. കഴുത്ത് എന്താണോ നിങ്ങൾ അത് ഷേപ്പിൽ യോ സ്ക്വയറൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് ഓപ്പൺ അതും അതിന് മുകളിൽ നിന്നും 1 ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര നമുക്ക് സിബ് ഓപ്പനായി വേണോ ആദ്യം അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും 1 ഇഞ്ച് മേലോട്ടേക്കും ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ, ക്ലിയർ ആയിട്ട് കണ്ടോ. ഇത്രയാണ് നമുക്ക് വരുന്നത്, കണ്ടോളൂ. അപ്പം നമുക്ക് കറക്റ്റ് നമുക്ക് ആ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യാം. നമുക്ക് അത്രയാണ് ശരിക്കും നമുക്ക് ഓപ്പൺ വേണ്ടത്. പക്ഷേ അപ്പം അത്രയല്ല, കുറച്ചുകൂടെ താഴെ അത്രയും വരെ ഓപ്പൺ വേണം. പക്ഷേ 1 ഇഞ്ച് മേലെ കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ലൈന് കണ്ടോ, കണ്ടോ 2 ലൈന്. അപ്പോൾ താഴത്തെ ആ എത്ര ഓപ്പൺ വേണോ അത്രയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിബ് എങ്ങനെയാണോ ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വെക്കുക. എന്നിട്ട് ഈ സിബിൻ്റെ സംഭവത്തിന് ഒന്ന് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അടുത്തൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ കൈയൊന്ന് മറഞ്ഞു, സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ സിബ് എങ്ങനെയാണോ ഉടുപ്പിൽ വേണ്ടത് അല്ലെങ്കിൽ ഒരു കുർത്തിയിൽ വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് അതിൻ്റെ മേലെ വെക്കുക. ഇത് കണ്ടോ, ഇങ്ങനെയല്ലേ നമ്മുടെ സിബ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് നേരെ നമ്മൾ ഓപ്പണിങ് ഭാഗത്ത് വയ്ക്കാം. കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ആ ബിഗിനിങ് അറിയുന്നവർക്ക് കഴുത്ത് ഒട്ടും ബിഗിനേഴ്സിന് നമുക്കിതൊന്നും എനിക്കെങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷേ സിബൊക്കെ വെക്കണമെങ്കിൽ ഒരിത്തിരി അറിവ് നോളേജ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇൻവിസിബിൾ സിബ് എങ്ങനെ സിമ്പിളായിട്ട് വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഏത് മെത്തേഡിലാണെങ്കിൽ ഈ ഒരു ഇത് ചെയ്യാം കണ്ടോ. ഇനി നമുക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ട് എക്സാക്ട്ലി നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പേ പാടുള്ളൂ. നമുക്കതിൽ കൂടുതൽ 1/2 ഇഞ്ച് പോലും എടുക്കാൻ പാടില്ല. 1/4 മാത്രം എടുത്തിട്ട്, അതായത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ഈ ഒരു സിബ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കണ സമയത്ത് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ലൈന് വരെ നമ്മൾ അടിക്കാൻ പാടില്ല. ഓക്കെ, താഴത്തെ ലൈനിൽ നിന്നും 1 ഇഞ്ച് മേലൊരു ലൈൻ ഇട്ടിട്ട് അവിടം വരെ അടിക്കാൻ പാടില്ല. അതിനാണ് നമ്മൾ 2 ലൈൻ ഇട്ടിരിക്കണം. അപ്പോൾ അടിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വന്ന് അതിന് ശേഷം കണ്ടോളൂ. ഇതേപോലെ തന്നെ ഈ മറ്റേ സിബിൻ്റെ അറ്റം കണ്ടോ. അപ്പം നമുക്ക് ലൈന് 2 ലൈനാണ് ഇട്ടിരിക്കുന്നത്. അപ്പം മേളത്തെ ലൈനിൽ കൊണ്ട് നിർത്തുക. അവിടെ കൊണ്ടങ്ങ് അടിച്ച് നിർത്താം. അപ്പോൾ അടിയിൽ നമുക്ക് ചെറിയൊരു ഓപ്പൺ കാണും, പക്ഷെ അവിടെ സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വന്ന് നമ്മൾ താഴത്തെ ലൈനിൽ നിന്നും 1 ഇഞ്ച് മേലെ ലൈൻ കൊടുത്തില്ല, അവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സിബിനെ കണ്ടോ ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്നത് സിബ് അടയ്ക്കുമ്പോൾ തന്നെ അത് ക്ലോസായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിവശത്ത് നോക്കിക്കോളൂ കേട്ടോ. അടിവശത്ത് നമുക്ക് ഒരു ഹോള് പോലെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ. അതായത് നമ്മൾ ആ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടില്ല, വെറുതെ ഓപ്പനാണ്. അപ്പോൾ ആ ഓപ്പനിൽ കൂടെ കണ്ടോ ഇങ്ങനെ കൈയിട്ട് വലിച്ചത് ഇങ്ങനെ സിബിനെ തുണിയുടെ ഉള്ളിലോട്ടേക്ക് വലിക്കുക. എന്നിട്ട് ആ 2 ബാലൻസ് അവിടെ നമുക്ക് ആ ഓപ്പൺ ഉണ്ടാകും. അതിൻ്റെ 2 തുമ്പ് വശം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയത് അതിനെ താഴോട്ട് ആ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ ഒരു സീം അലവൻസ് അത്രേ പാടുള്ളൂ. അതായത് ഒരു തയ്യൽ നമുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ തയ്യൽ തുമ്പ് അത്ര എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്കത് തയ്ച്ച് ക്ലോസ് 1/4 ഇഞ്ച് പോലും എടുക്കരുത്. 1/4 ഇഞ്ച് കൂടി എടുത്ത് കഴിയുമ്പോൾ അത് അവിടെ ഭയങ്കരമായിട്ട് തുണി നമുക്ക് അവിടെ ഇങ്ങനെ പിടുത്തം കാണും. അപ്പോൾ ആ പിടുത്തം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തുണിയുടെ തുമ്പ് വശത്ത് നമുക്ക് ഇങ്ങനെ സിബിനെ മാറ്റിയിട്ട് അവിടെ ആ ഓപ്പൺ ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ.
ഇങ്ങനെ സിബിനെ മാറ്റിയ ശേഷം ആ ഓപ്പണിങ്ങിൻ്റെ 2 തുമ്പുകളും ഒരുമിച്ച് വെച്ച ശേഷം 1/4 തയ്യൽ തുമ്പ് പോലും എടുക്കാൻ പാടില്ല. എക്സാക്ട്ലി നമുക്ക് ആ ഒരു തുണിയുടെ തുമ്പ് വശത്ത് നമുക്ക് നേരെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി കണ്ടോളൂ കേട്ടോ. അതെ, ഇനിയിപ്പോൾ എന്തെങ്കിലും കഴുത്ത് കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആദ്യം കഴുത്ത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അടിയിൽ വശം കണ്ടോ എന്ത് നീറ്റായിട്ടാണ് നോക്കിക്കാവുന്ന സിബ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ.